4, 5, 6, 7, 8, 9 ആനകളെ കാണാൻ പറ്റും നമുക്ക്. ഇപ്പോൾ അത് കൂടെ പോയി ആനകൾ 9 ആനകൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ശൈലിയിൽ തീർത്താണ് കേട്ടോ. എന്താണെന്ന് നമ്മൾ എത്ര ആലോചിച്ചിട്ടും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അതെന്താ സംഭവം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു പിരമിഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഇവിടെ 1, 2, 3 ഇത് ചെങ്കല്ലാണ് സംഭവം. പക്ഷെ ഈ ഉള്ളിൽ കൊടുത്തേക്കുന്നത് കരിങ്കല്ലാണ്. പക്ഷെ ഇത് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു രീതി? ഇനി രാജഭരണകാലത്ത് ഉണ്ടായിരുന്ന ഒരു സംഭവമാണത്. പക്ഷെ അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നതെന്ന് 11, 12, 10 ആനകളുണ്ട്. ആനയല്ലേ, ആനടം പോലെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമാണ് കാണിച്ചിരിക്കുന്നത്. പിരമിഡിനകത്ത് ആന. ഇനി ചിലപ്പോ ഇത് എന്തിന്റെയും സൂചന ആയിരിക്കാം. ആവാം, ശരിയാ. എന്തിനൊക്കെ യുദ്ധത്തിന്റെ സൂചന കൊടുത്തിരിക്കുന്നതായിരിക്കും. ഭിന്നതാണ് സംഭവം അറിയിക്കാൻ വേണ്ടി. അതെ, നടന്നപ്പോ ആദ്യത്തെ എൻട്രി കഴിഞ്ഞ് രണ്ടാമത്തെ എൻട്രി ആണ്. അതിനകത്ത് കാടല്ലേ, കാട് പോലെ കൊള്ളാം. അതുപോലെ ഇവിടെ നോക്കി ആനയുടെ പുറകിൽ നോക്കിയൊരു സംഭവം, അതായത് തേരട്ടാണ്. തേരട്ട. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഗോപുരം പോലെ കയറ്റിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ആ അറ്റത്തിരിക്കുന്ന കല്ലുണ്ടോ, അത് ശരിക്കും നമ്മുടെ ഈ ഓലക്കട പോലെ, കുഞ്ഞൊരു ഓലക്കട പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കല്ലാണത്. അപ്പൊ അതിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഈ സാധനം ഉണ്ടാക്കിയെടുക്കണം. അതിന് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള. അപ്പൊ അന്നത്തെ കാലത്തെ പണിക്കാരുടെ ബുദ്ധിയും ഓർമ്മശക്തിയും അവരുടെ കലവൈഭവമാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. അത്രയും സെറ്റപ്പായിട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോ നല്ല മഴക്കാറാണ് തൃശ്ശൂർ ജില്ലയിൽ. നല്ല മഴ കിടക്കി മഴ വരും, കാറെന്ന് പറഞ്ഞാൽ ആകെ കാർബൺ ഭയങ്കര കാറാണ്. കുറെ കാറൊക്കെ വന്നു ക്രഷ് ആവുമ്പോ നല്ല ഇടി, അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. അതിന്റേതാണ് കാണുന്നത്. വെള്ളം കണ്ടോ? അതെ, നമ്മുടെ പാലസിൽ ഇരിക്കാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ 2 സൈഡിലായിട്ട് കണ്ടില്ല, കറക്റ്റ് ലെവലായിട്ട്. പ്രത്യേക രീതിയിലുണ്ടാക്കിയാണ്. അതെ, സി ആംഗിള് ഇരിക്കാണ്. അതായത് ഇവിടെ ഇരിക്കുന്ന ആളും നേരത്തോട് മുഖത്തോട് നോക്കി ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അത് എന്ത് വൈബല്ലേ ഇവിടെ കാണാൻ, എന്ത് രസമാണ്. അതെ, അതുപോലെ തന്നെ നമ്മുടെ പാലസിൽ ഒരുപാട് വൃക്ഷങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് വൃക്ഷങ്ങൾ, ചക്ക, മാങ്ങ ഒക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കല്ല് വിരിച്ചിട്ടില്ലേ, ഇത് കംപ്ലീറ്റ് കരിങ്കല്ല് കൊണ്ട്. പണ്ടൊക്കെ കുതിരേനൊക്കെ ഇതിന്റെ മുകളിൽ കൂടെ കൊണ്ടുവന്നുണ്ടാവില്ലേ? അതെ, അതേപോലെ ആ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം കണ്ട, കൊട്ടാരത്തിന് ആ മുകൾ ഭാഗത്ത് നിന്ന് രാജാക്കന്മാരും അടുത്ത ആൾക്കാരൊക്കെ താഴത്തേക്ക് നോക്കണൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. എന്ത് രസല്ലേ അല്ലേ? ആ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ രാജാക്കന്മാര് അവരുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നു. അടിയില് പടയാളികൾ പോകുമ്പോ രാജാവ് എങ്ങോട്ടാ പോണെന്ന് ചോദിക്കണേ, അതല്ലേ? മുണ്ടൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ നടന്ന്. പൈതൃക കോദ്യാനം അല്ലേ വെച്ചാ? പൈതൃക ഉദ്യാനത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പ്രകൃതിയും അതുപോലെ പൂന്തോട്ടം അല്ലേ വെച്ചാ? അതിനോട് ചേർന്നിട്ട് നല്ല ഭംഗിയിലാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇവിടെ ചീവീന്റെ ശബ്ദം കിട്ടി വന്നപ്പോട്ടുള്ള ശബ്ദത്തിന്റെ. അത് മാത്രല്ല നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോ സഞ്ചാര കേന്ദ്രം. അതെ, നിങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കട്ടെ, ഇവിടെ നിങ്ങളുടെ അടയാളമൊന്നും അവശേഷിക്കുമാതെ ആയിരിക്കട്ടെ. അതായത് പ്ലാസ്റ്റിക് കുപ്പികളൊന്നും താഴെടാണ്ടിരിക്കാൻ. നമ്മൾ വന്ന വഴി തന്നെ കണ്ടില്ലോ, ഇവിടെ ഒരു വലിയ കുളവും അതിന്റെ മുകളിലുണ്ട് കല്ലൊക്കെ അങ്ങനെ വെച്ച് പ്രത്യേക രീതിക്ക്. അത് എന്താ പറയല്ലേ, എന്ത് കൊള്ള രസം കണ്ടില്ല ആരും. അവിടെ വെള്ളം മീനുണ്ട്. ഇത് ശരിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിനോട് ഇങ്ങനെ എന്താ പറയുക, ചവിട്ടിക്കയറാൻ പറ്റുന്ന ഒരു രീതിയിലാണ് പെടുന്നത് അല്ലേ? ഒരു കരിങ്കല്ലില് തീർത്തതാണിത് കേട്ടോ. ആ സ്റ്റെപ്പ് പോലെ ചവിട്ടിക്കയറാൻ പറ്റും. ഫിഷ് ഉണ്ട് ഇതില്, വെറൈറ്റി ഫിഷുകളാണ്. സ്രാവിന്റെ മോഡൽ ഫിഷ്, എന്താ സ്റ്റൈലല്ലേ? അത് എന്ത് ഭംഗിയാണ് ശരിക്കും. സ്രാവിന്റെ ഒരു കുഞ്ഞു കുട്ടി കിടക്കണ പോലെ, വെള്ള സ്രാവ് എന്നൊക്കെ പറയില്ല നമ്മള്. ആ മീൻ കണ്ടില്ല, എന്ത് ഭംഗിയാണ്. അയ്യോ, അത് പ്രത്യേക കളറല്ലേ ഇതിന്? ഒരു വെള്ള, സ്വർണ്ണാണോ വെള്ളാണോ മഞ്ഞാണോ ഓറഞ്ചാണോ?
പിന്നെ ഒരു ഓറഞ്ച് കളറില്, ഒരു ചുവപ്പ്, അതെ ഓറഞ്ച്. ശരിക്കും ഇതിന്റെ ഉള്ളിൽ ഈ ചപ്പച്ചാവലൊക്കെ ഒന്ന് വിളിച്ച് ഈ തണ്ടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എന്ത് ഭംഗിയായിരിക്കും അല്ലേ? അതെ, നല്ല സ്റ്റൈലായിരിക്കും. ഒരു ബ്ലാക്ക് ഇട്ടിട്ടതില്ല നോക്കിക്കേ. അതറിയില്ല, അത് വെള്ളത്തിൽ കിടക്കാൻ അറിയുന്നില്ല. ചുവപ്പാണല്ലോ, എന്ത് ഭംഗിയാണ്. കൊള്ളാം, അടിപൊളിയുണ്ട് കാണാൻ. താമരയുടെ ആണ് ഇത് തോന്നുന്നല്ലേ അല്ലേ? അത് ആമ്പലിന്റെ ആണ്. ആമ്പലാണ് തോന്നുന്നുണ്ട്, ആമ്പല്. ഇതായിരിക്കണം ബ്ലാക്ക്. ഇതാണ്ട, അതെ, ഇത് ഭംഗിയാണല്ലേ, അത് കൊള്ളാം. കണ്ട നോക്കിക്ക എന്താന്നൊക്കെ. ശ്വാസം പിടിക്കാൻ നിൽക്കാണ്. അറിയിപ്പ്. ഉദ്യാനം വൃത്തിയായും പ്ലാസ്റ്റിക് വിമുക്തമായി സൂക്ഷിക്കുക. അതെ, പുകവലി, മദ്യപാനം എന്നിവ കർശനമായി നിരോധിച്ചിരിക്കുന്നു. പൈതൃകോദ്യാനം. അതാണ് ഈ കാണുന്ന സ്ഥലം. അതെ. പിന്നെ ഈ ഇരിപ്പിടം, അത് നമ്മുടെ ഇന്നത്തെ സെറ്റി മോഡലൊരു സംഭവമാണ്. നോക്കിയേ കേട്ടാ, എന്ത് സ്റ്റൈലാ നോക്കിയേ കാണാൻ. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. കൊള്ളാം എന്തായാലും. കറക്റ്റ് ആ ഒരു സോഫ എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു ലെവല്. ചെങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയത്, അടിപൊളി. കൊള്ളാം. പിന്നെ ഇതിന്റെ ഉള്ളിൽ മൊത്തം എന്താ പറയാ, ഒരു വിധത്തിൽപ്പെട്ട ഒരുപാട് വൃക്ഷങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട്. മരങ്ങൾ കണ്ടമാനുണ്ട്. അങ്ങോട്ടൊരു വഴി ഉണ്ടല്ലോ, നമുക്ക് കണ്ടുപോയാലോ. ഇത് മറ്റേ സമാധിയാണ് കേട്ടോ, സമാധിയാണത്. ഇവിടെ എഴുതിയുണ്ട് കൊച്ചി രാജാവ് രാമവർമ്മ തമ്പുരാൻ സ്മൃതി കുടീരം. അതുപോലെ ഇത് പാരിജാതം, അതും അവിടെ എഴുതിയിട്ടുണ്ട്. പാരിജാതം, ഇതാണ് പാരിജാതം. പാരിജാതം പൂത്തുവിടർന്നു, കേട്ടിട്ടില്ലേ? നമ്മുടെ അത് ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. പാട്ടുകളാണത്. അതെ, ഇവിടെ എല്ലാത്തിനും എഴുതിയിട്ടുണ്ട്. അരളി എന്നൊക്കെ കേട്ടില്ലേ, അരളി, അതുപോലെ ചെമ്പകം, അതെ, എല്ലാത്തിനും എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രാമവർമ്മ ശക്തൻ തമ്പുരാന്റെ ശവകുടീരാണ് കേട്ടോ. അതെ, ഈ കാണുന്നതാണ് ശക്തൻ തമ്പുരാൻ കുടീരം. അതെ, HS രാമവർമ്മ ശക്തൻ തമ്പുരാൻ. കൊച്ചി രാജാവായിരുന്നു അല്ലേ? അതെ, കൊച്ചി രാജാവായിരുന്നു. അതെ, കൊച്ചി രാജാവ് രാമവർമ്മ. ഇപ്പൊ നമ്മുടെ പാലസിന്റെ അപ്പുറത്ത് കണ്ട പോലെ തന്നെയാണ് ഈ ഉദ്യാനത്തിന്റെ ഉള്ളിലും അതുപോലെ തന്നെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അതെ, നമ്മൾ അവിടെ കണ്ടല്ലോ, അവിടെ മൊത്തം വെള്ളമായിരുന്നു. പക്ഷെ ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം ആയതുകൊണ്ട് ഓൾറെഡി ഇതിനുള്ളൊരു ശരിക്കും ഒരു കാടാണ് ഇതിനുള്ളെന്ന് പറയുമ്പോൾ അത്രയൊരു ഫോറസ്റ്റ് ഏരിയ പോലെയാണ് ഇത് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ്റ് ചെയ്തല്ല, ഇത് ഓൾറെഡി ഇങ്ങനെ തന്നെയാണത്, ഉദ്യാനം ആക്കിയെടുത്താണ്. അപ്പൊ അത്ര സ്റ്റൈലായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് ഇരിക്കാൻ, ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് അതിന്റെയൊക്കെ ഒരു രീതി ഉണ്ടല്ലേ, അതൊക്കെ അതിന്റെ പണിത്തരങ്ങളാണ് അടിപൊളി എന്ന് പറയുന്നത്. അതെ, എന്ത് ഭംഗിയാണ്. അതെ, ഇത്ര വർഷങ്ങൾക്ക് മുൻപ് ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നിണ്ടാവില്ലേ, കല്ലൊക്കെ. അതന്നെ, ഇതൊക്കെ കണ്ടില്ലേ, എന്താ അറിയില്ല, എഴുതിയിട്ടില്ല. ഇത് എന്തിന്റെയാണെന്ന് അറിയില്ല, സംഭവത്തിന്റെ മുകളൊന്നും എഴുതിയിട്ടില്ല. അത് ഈ കല്ലിന്റെ ഒരു പ്രത്യേകത നോക്കിയേ, ഈ കല്ലിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു ഒച്ചിരിക്കണം, രാന്നൊക്കെ എഴുതിയ പോലെ, ഒച്ചിനെ ഇവിടെ വെച്ച പോലെ നല്ല സ്റ്റൈലായി എന്തായാലും. ഒരേതാണല്ലോ, മറ്റേ വലിയൊരു വെട്ടം കിട്ടാനായിട്ട് ഇതില് അന്നത്തെ കാലത്ത് എണ്ണയാണ് ഒഴിക്കതില്ലേ, എണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുക ചെയ്യാത്. പനമ്പട്ടല്ലേ? ആനക്ക് കൊടുക്കണ പന. അതെ അതെ, ഇത് നോക്കിയേക്ക് ഒരു മരത്തിന്റെ വണ്ണം. ഇവിടെ എഴുതിയുണ്ട്, പക്ഷെ തുരുമ്പിടിച്ചു പോയി. ഉള്ളൻ കൈനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരം. നമ്മള് പിടിച്ചെത്തില്ല, അത്ര വണ്ണാണ് മരത്തിന് അല്ലേ. സൂപ്പർ. ഇതിന്റെ ഉള്ളിൽ ശരിക്കും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ശരിക്കും നമ്മളൊരു കാട്ടിലേക്ക് കയറിയ ഒരു അവസ്ഥയാണ്. അത് കാവാണ് കേട്ടോ, അത് കാവാണ് ഒന്നിന്റെ കാവാണ്. ഇവിടെ ഇരിപ്പിടങ്ങളുണ്ട്, ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളും. കാരണം നല്ല സ്റ്റൈലാണ് ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. ഒരു ഭയങ്കര തണുപ്പും അല്ലെ, ഭയങ്കര ഇരുട്ട് കുത്തിയ പോലെ. ശരി, ഓൾറെഡി ഒരു മഴക്കാറിന്റെ ഇരുട്ടുണ്ട്, അത് കൂടാതെ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ ഒരു ഇരുട്ട് കുത്തിയ ഒരു അവസ്ഥയാണ് ഇതിന്റെ ഉള്ളിൽ, ഒരു ഇരുട്ട് വന്ന പോലെ. കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴേ അപ്പൊ ആ വെളിച്ചകത്തേക്ക് കയറില്ല. കാവ് എന്നാ വിശേഷപ്പെടുന്നത്. ഇത് സർപ്പക്കാവാണ് കേട്ടോ. അത് പാലസിന്റെ വിജയത്തിനും അവര് പ്രാർത്ഥിച്ചിരുന്ന അന്നത്തെ കാലത്ത് അവരുടെ നാഗദേവതകളാണ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അതാണ് കാവ് എന്ന് കൊടുത്തിരിക്കുന്നത് ഇവിടെ.
നാഗരാജാവ്, നാഗേക്ഷി ഒക്കെ ഉണ്ടായിരുന്നു. സർപ്പക്കാവ്. ആ കാവിന് ഒരു പ്രത്യേകതയില്ല. നോക്കിക്ക് ഒരു വള്ളി, ഒരു വള്ളി പോലെ ചങ്ങല പോലെ ഒരു വള്ളി ഉണ്ടോ? ശരിക്കും ചങ്ങല പോലെ. ശരി, എന്ത് ഭംഗിയാ കാണാത്. അയ്യോ കണ്ടോ, എന്ത് രസമല്ലേ കാണാൻ. മറ്റേ ശരിക്കും നമ്മുടെ ഈ വലിയ ആനച്ചങ്ങലൊക്കെ ഇല്ലേ, ആനച്ചങ്ങലയുടെ അതേപോലത്തെ കണ്ണി കണ്ണി കണ്ണി. എന്താ സ്റ്റൈലൊക്കെ. കൊള്ളാം. അത് കഴിഞ്ഞ് വന്നപ്പോ ഞങ്ങളൊരു സംഭവം കണ്ടു, പ്രതീക്ഷിക്കാത്തൊരു സംഭവം കണ്ടത്. പെട്ടെന്ന് ഞെട്ടിപ്പോയി. അമ്മിക്കല്ല് എന്നൊക്കെ പറയും, അരയ്ക്കുന്ന കല്ല്. അത് മാത്രല്ല ഈ അടക്കയില്ലേ മുറുക്കാനൊക്കെ ഉപയോഗിക്കണം, ആ അടക്ക ഇരിക്കണ പോലെ അടക്ക കല്ലായി മാറിയ പോലെ. നല്ല രസമായിട്ട് പണിതുണ്ട് അല്ലേ. ഇത് വെട്ടുകല്ലാണ് കേട്ടോ. വെട്ടുകല്ലാണിത്. ഇരുന്ന് വെള്ളം കുടിച്ച് നോക്കി ചെയ്തിട്ട് എന്ത് തണുപ്പാ, ഐസ് കൊണ്ട പോലെ അതിന്റെ മുകളിൽ. നമ്മള് നടന്ന് കാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ ഉദ്യാനത്തിൽ കയറി കഴിഞ്ഞാൽ ശരിക്കും ഒരു കാട്ടില് വന്ന പ്രതീതി തന്നെയാണ്. നമ്മൾ അതിനെ പറഞ്ഞതാണ്, എങ്കിലും അത് പറയാതിരിക്കാൻ പറ്റില്ല. അതെ, അവിടെ കണ്ടു നോക്കിയാൽ മുളകള് നിൽക്കുന്നതും മുള അവിടെ നിന്ന് ഒടിഞ്ഞു വീണതും. അതെ, ശരി. എന്താല്ലേ നല്ലൊരു ശരിക്കൊരു എന്താ പറയാ, നമ്മളൊരു ഭയങ്കരമായിട്ടുള്ള വാക്കുകൾ കിട്ടുന്നില്ല, അത്രയും സൂപ്പറാണ്. അതെ, നമ്മള് നടന്നു തന്നെ വഴി തന്നെ ഭയങ്കര കല്ലും കട്ടയും. ഇത് എന്ത് മരാണെന്ന് പറയാവോ? അയ്യോ, ഒന്നും എഴുതിയിട്ടില്ലല്ലോ. ഇത് എന്ത് മരാന്ന് പറയാവോ? മുള്ളു പോലെ. ഇതിന്റെ മുകളിൽ ഫുള്ള് മുള്ളാണ്. മുരുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മരാണിത്. മുരുക്ക് മരം എന്ന് പറയും ഈ സാധനം. ഇത് ഇത്രയും വണ്ണത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നു. കാരണം ഈ മുള്ളുമുരുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ആ സാധനം ഇതിന്റെ മുകളിൽ കേറാൻ പറ്റില്ല, മൊത്തം മുള്ളായിരിക്കും ഇതിന്റെ മുകളിൽ. ഏണി വെച്ച് കയറേണ്ടി വരും. അതെ, കൊള്ളാം. ഇത്രയും സൂപ്പർ മരാണ് മുള്ളുമുരുക്ക്. ഇത് ഇരിക്കാനുള്ള സെറ്റപ്പിന് വേണ്ടി പണിതാണ്. ഇപ്പൊ അവിടത്തൊക്കെ പോലെ തന്നെയാണ്, പക്ഷെ അത് ചെയ്തിരിക്കുന്ന ഒരു രീതി കണ്ടോ. അത് ഞാൻ പോലെയല്ലോ. നാം മാത്രല്ല, നമ്മൾ പിടിക്കാൻ അറിയുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട്. ഒരു അത് മാത്രമല്ല, വലിയ വലിയ കപ്പലുകളൊക്കെ ഉണ്ടല്ലോ, ഒഴുക്കുന്ന നിക്കാന്ന് വെച്ചാ അവിടെ നിർത്തിരാൻ വേണ്ടി സാധനം ഇടില്ലേ, എറിഞ്ഞിട്ടില്ല, ഇങ്ങനെ വി ആകൃതിയിൽ ഇങ്ങനെ അത് തന്നെ അതേ സംഭവം തന്നെ, അതേ വലിപ്പം. അവിടെ ചങ്ങലയിട്ട് താഴത്തേക്ക് ഇടും, അപ്പൊ കപ്പൽ അവിടെ നിന്നോളും. അത് അന്ന് ഉണ്ടാക്കിയ ആൾക്കാർ കലവിരുന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം അവരുടെ ഓർമ്മയിൽ അതിൽ നിന്ന് എടുത്തവരുണ്ടാക്കിയില്ലേ അത്രയും. അതുപോലെ തന്നെ ഈ സാധനം ഇല്ലേ, ഇതിനൊരു വെള്ളരിക്കല്ല് എന്ന് പറയും. ഇങ്ങനെ ഉരുട്ടിയിട്ടുണ്ടാക്കിയതാണ് വെള്ളരിക്കല്ല് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ വെള്ളരിക്കല്ലേ, വെള്ളരിക്കയുടെ അതേപോലെ ഉരുട്ടിയിട്ട് കൊടുക്കുന്ന വെള്ളരിക്കല്ല് എന്ന് പറയും. അതൊക്കെ നല്ല രസകരമായിട്ട് ചെയ്തൊരു പണി, അടിപൊളിയാണൊക്കെ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാലസ് പണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊട്ടാരം തന്നെയാണ്, അതിൽ വേറെ വർത്താനൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഈ ഇരിപ്പിടം, ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇരിപ്പിടങ്ങള്. പക്ഷെ അതിന്റെ ഒരു മറ്റേ വൃത്താകൃതി ചെയ്തിട്ടില്ല, എല്ലാവർക്കും വട്ടളഞ്ഞിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സംഭവം. അതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊട്ടാരത്തിൽ തന്നെയാണ് ഇതൊക്കെ ഉള്ള സംഭവം എന്നുള്ളതാണ് അതിന്റെ മെയിനായിട്ട് കാണിക്കുന്നത്. കാരണം ഇതൊന്നും വേറെ എവിടെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അത്ര ഉറപ്പ് പറയുന്നത്. നമ്മൾ ഈ സംഭവം ചീവീടിന്റെ ശബ്ദമാണ് മെയിനായിട്ട് ഇവിടെ. കാരണം അത്രയും ഉൾക്കാട് പോലെയാണ് ഇതിനുള്ളിൽ സെറ്റ് ചെയ്തത്. അയ്യോ, ഞാൻ ശരിക്കും പഠിച്ചു. അല്ല, പേടിക്കണ വളരെ പഴുതാറുണ്ട്. പെട്ടെന്ന് ഞാൻ ചിത്രശലഭ ഉദ്യാനത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞു പോയത് പൈതൃക ഉദ്യാനത്തിനാണ്. ഇത് കഴിഞ്ഞപ്പോ ചിത്രശലഭ ഉദ്യാനം എത്തി. ബട്ടർഫ്ലൈ ഗാർഡൻ. അടുത്ത് ഇതിന് ഇവിടെ നിന്ന് കഴിഞ്ഞ മൊത്തം ചിത്രശലഭം ആവുന്ന ചിലപ്പോ. അങ്ങനെയല്ല, ഇവിടെ മറ്റേ എന്താ ചിത്രശലഭങ്ങള് ചിലപ്പോ ഉണ്ടായിരിക്കും. നല്ല പൂക്കള്, ഞാനും പറഞ്ഞത് പൂക്കള് ഉണ്ടായിരിക്കും ഇതില്. അപ്പൊ അതിൽ തേൻ കുടിക്കാൻ വേണ്ടി ചിത്രശലഭങ്ങൾ ഉണ്ടാവുന്നതിനർത്ഥം ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി വൃക്ഷങ്ങൾ. ഇതെന്ത് മരാണാവോ? ഇത് കാട്ടുചന്ദനം പോലെ ഉണ്ട്. ഇത് കാഴ്ചയിലിട്ട് ഇനിയിപ്പോ എന്താ മരം എന്നറിയില്ല. ഒച്ചാണത്. ഇതവിടെ കണ്ട് വെച്ചിട്ട് അതിനൊന്നും പിടിക്കണ്ട കേട്ടോ. ഇതാണ് ഈ ചീവീട് പറയുന്ന സാധനം. ഈ സാധനമാണ് ഈ മറ്റേ എന്താ ശബ്ദം ഉണ്ടാക്കുന്നത്. ഉപദ്രവിച്ച ആൾക്കാരല്ലേ, നമ്മള് തിരിച്ചും പക കിട്ടും. ഒരു പ്രത്യേകതരം പ്ലാവാട്ടോ അത്.
ആ പ്ലാവിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാല് അതിന് ചവിട്ടി കയറാനുള്ള കാലുകളൊക്കെ അത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ട്. കണ്ടാ മൊഴ കുരുവാ കുരിയൊക്കെ വന്ന പോലെ ഇതിനോട് കയറാൻ സിമ്പിൾ ആണ് അല്ലേ. ഓരോ സ്റ്റെപ്പ് വെച്ചിങ്ങനെ സുഖമായിട്ട് കേറാം, സുഖമായിട്ട് മോളി കയറി പോവാം. അതിന് കുരു എന്താ അസുഖം എന്തൊക്കെയുണ്ടോ. പക്ഷെ പ്ലാവിന് മോളി ചക്ക ഒന്നും ഉണ്ടായിട്ടില്ലേ. കാക്ക കൊത്തിയിട്ട് പകുതിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് പനമ്പട്ടല്ലേ നിക്കണത്? അതൊക്കെ ആനപ്പട്ടയാണ്. പക്ഷെ അത് മരല്ലല്ലോ. ഈ പനമ്പട്ട മുകളിൽ ഒരു കായ, അതിന്റെ ഒരു കായ പൊട്ടി വീഴും. അത് ഉണങ്ങി കഴിഞ്ഞാൽ അത് വലിയ വലിയ മരത്തിന് ചൂട്ടിയൊന്ന് കാണാം. ശരിക്ക് കവിടിയുടെ പോലെ ഉണ്ടാവും. നമ്മള് ആൾക്കാർ കളിക്കുന്ന കവിടിയുടെ പോലെ ഉണ്ടാവും. ഇവിടെ ചക്ക ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പ്. കാരണം ചക്ക നാശമായി താഴെ വീണ ആകെ ബ്ലിങ്ക ഉണ്ട് കണ്ടില്ലേ. അതിനടുത്തോടെ ചക്ക ഉണ്ടെന്നാണ്. അപ്പൊ നമ്മുടെ നാട്ടില് ചെമ്പകപ്പൂ ഉണ്ടല്ലോ, ചെമ്പകപ്പൂ കണ്ട ഇഷ്ടം പോലെ വീണ് കിടക്കുന്നുണ്ട്. നടന്ന് കൊട്ടാരത്തിന്റെ കുളത്തിലെത്തി. കൊട്ടാരത്തിന്റെ കുളം. ഈ കൊട്ടാരത്തിന്റെ കുളം നമ്മള് വെളിയിൽ നിന്നിട്ട് ഹൈവേയിൽ നിന്നിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ട് നമ്മൾ കേട്ടാ. അതിന്റെ ലിങ്ക് അതിന് താഴെ ഇടാം. അപ്പൊ ഒന്ന് കണ്ടു നോക്കും, പറയാൻ പറ്റും. അതെ, അത് ഈ കൊട്ടാരത്തിന് പുറത്തും അതായത് ചുറ്റുമുള്ള കാഴ്ചകളാണ്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു വഴി ഉണ്ടാ, അത് അതിൽ കൂടെ ഇറങ്ങാവുന്നുണ്ട്. ഇവിടെ ഒരു മറ്റേ കല്ലിന്റെ മുകളിലേക്ക് ഒരു പ്രതിമ ഉണ്ടാക്കുന്നുണ്ട്. ഒരു സ്ത്രീ രൂപം. അതെ, സ്ത്രീ രൂപം കാണാൻ പറ്റുന്നുണ്ട് അവിടെ. ഈ കാണണല്ലേ? ശരിയാ, ഒരു സ്ത്രീ രൂപം കല്ലിന്റെ മുകളിൽ കൊത്തിണ്ടാക്കി ഒരു മറ്റേ എന്താ പറയുക സ്ത്രീ രൂപത്തിനെ കൊത്തിണ്ടാക്കിയാണ്. അതെ, വെട്ടലിന്റെ മുകളിൽ ഉണ്ടാക്കിയതാണ്. സ്റ്റൈലായിട്ടുണ്ട് അല്ലേ. സ്ത്രീ. ഇവിടെ ഒരു ഫ്ലവറിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ശരിയാ, ഒരു ഫ്ലവർ. ഇതൊന്ന് പിടിച്ച് ശരിക്കും പോലെ ഒന്ന് കാണൊക്കെ ആൾക്കാർ ഇതൊക്കെ ഇതൊക്കെ അപൂർവമായിട്ട് കാണാൻ. ഇതൊക്കെ എത്രയോ വർഷം പഴക്കമുള്ള പ്രതിമയായിരിക്കും അറിയോ ഇതൊക്കെ. ഇതൊന്നും ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു നമ്മുടെ കൊട്ടാരത്തിലുള്ളൊരു മണിക്കിണർ എന്നാണ് പണ്ട് കാലത്ത് പറഞ്ഞത്. ഇപ്പൊ ഇത് വലിയ കിണറാണ് ഇത് കേട്ടോ. അപ്പൊ ഈ കിണറിൽ വെള്ളം കോരാനുള്ള സൗകര്യം ഇത് നോക്കി ചക്രം പോലത്തെ നോക്കി വെട്ടുകല്ലുകൊണ്ട് പണിതിട്ടേക്കണത്. ഇത് കണ്ട എന്ത് രസമാന്ന് നോക്കി. 3 കല്ലിട്ടേക്കുന്നത്. എന്നിട്ട് ഇവിടെ കയറിയിട്ട് വെള്ളം കോരാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ കാലത്തൊക്കെ വെള്ളം കോരിയായിരുന്നു, ഇങ്ങനെയായിരുന്നു വെള്ളം കോരിയായിരുന്നു കണ്ടോ. പിന്നെ ഈ സാധനത്ത് കണ്ടോ, ഈ സാധനത്തിന് ഒരു 5-6 ഒരു മരത്തിന്റെ ഇതാണ് പണ്ട് കാലത്ത് കോരണതുണ്ട്. ഇന്നത്തെ കാലത്തെ ഇരുമ്പിന്റെ കപ്പിയല്ല, ഒരു 6-7 അഴി ഇട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ കയറിട്ടിട്ടാണ് വലിച്ചു കോരുന്നത്. അങ്ങനെ അവിടെ വെക്കാൻ വേണ്ടി കോരിയിട്ട് ആ ബക്കറ്റിലേക്ക് വെക്കാം. അപ്പൊ കുമ്പിട്ടെടുക്കണല്ലോ വെള്ളം, അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്താണ്. അടിപൊളി. ഇതൊക്കെ പുരാതനമായിട്ട് ഉള്ള സംഭവങ്ങളാണ്. കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തന്നെ ഇതും നമ്മുടെ കൊച്ചി രാജാവ് രാമവർമ്മ തമ്പുരാന്റെ കുടീരാണ്. ഇതേപോലത്തെ ഒരു കുടീരം അവിടെയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് രാജാക്കന്മാരായതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവരും രാമവർമ്മ 1, രാമവർമ്മ 2 അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനത്തെ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇത് 1844 മുതൽ 1851 വരെ എച്ച് രാമവർമ്മ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. കൊച്ചി രാജാവ്. ഒരു സംശയം തീർക്കാണ്ട് അവിടെയും കൊച്ചി രാജാവ് രാമവർമ്മ തമ്പുരാൻ, ഇവിടെ പക്ഷെ വ്യത്യാസമുണ്ട്. ഇവിടെ രാമവർമ്മ ശക്തൻ തമ്പുരാനാണ്, അതാണ് വ്യത്യാസം. അത് മാത്രല്ല 1781 to 1805 CE അതാണ് അവിടെ 44 to 51. അവിടെ 51 to 5 ഉദ്ദേശിക്കുന്നത് ആ മറ്റേ തമ്പുരാനെക്കാട്ടി മുന്നുള്ള തമ്പുരാനാണ് ഈ കാണുന്നത്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അതെ, കൊച്ചി രാജാവ് ശക്തൻ തമ്പുരാൻ തന്നെ തൃശ്ശൂരുള്ള അതന്നെ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രാജാവിനെയും കാട്ടി മുന്നത്തെ രാജാവ്. എക്സാമ്പിൾ എന്ന് പറയുമ്പോ ബാഹുബലി സിനിമ ഉണ്ട്. അതിൽ അമരേന്ദ്ര ബാഹുബലി, മഹീന്ദ്ര ബാഹുബലി, രണ്ടും ബാഹുബലി അല്ലേ? അതെ, അതുപോലെ ഡിഫറൻസ്. അതെ. അപ്പൊ നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക് വന്നപ്പോ, പാർക്കിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ ഇവിടെ ഒരു ചെറിയൊരു ഗുഹ പോലെ ഒരു സംഭവം ഉണ്ട്. ഇതിലൊന്ന് കയറിയേക്കാൻ പറ്റും.